പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യങ്ങൾക്ക് മുമ്പിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്കുണ്ടെങ്കിൽ നാം ഒരു സ്വയപരിശോധന. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്ത എന്ന ഈ പരിപാടി ശ്രമിക്കുന്ന ഏവർക്കും ദൈവനാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. യെശയ്യാപ്രവചനമാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്ന വേദഭാഗം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാപ്രവചനം 59 അധ്യായമാണ് നാം എടുത്തിട്ടുള്ളത്. യെശയ്യാപ്രവചനം നമുക്ക് ഏവർക്കും ഏറ്റവും സുപരിചിതമായ ഒരു പുസ്തകമാണ്. ഏറെ പ്രസംഗങ്ങൾ കേൾക്കുകയും ഏറെ ചിന്തിക്കുകയും ഏറെ വ്യാഖ്യാനിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് യെശയ്യാപ്രവചനം. 59 അധ്യായം അതുപോലെ തന്നെ നമുക്ക് വളരെ സുപരിചിതമാണ്. വളരെ ആത്മീയ അർത്ഥങ്ങളും വളരെ വലിയ ചിന്തകളും അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ്, ഒരു അധ്യായമാണ് 59 അധ്യായം. എന്നാൽ നാം അതിനെക്കുറിച്ച് സാമാന്യമായിട്ട് ചില ചിന്തകൾ പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. യഹൂദയെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചുമുള്ള ദർശനമാണല്ലോ യെശയ്യാപ്രവചനം. ഇവിടെ 59 അധ്യായം 1 വാക്യത്തിൽ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല എന്നാണ് തുടക്കം. വളരെ സുപരിചിതമായൊരു വാക്യമാണിത്. രക്ഷ ആർക്ക് ലഭിക്കണമോ അവർക്ക് ദൈവത്തിൽ നിന്നും രക്ഷ ലഭിച്ചില്ല എന്നും, അപേക്ഷകൾ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ല എന്നുമുള്ള സാഹചര്യത്തിൽ പ്രവാചകൻ പറയുകയാണ്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ യഹോവയുടെ ചെവി മന്ദമായിട്ടുമില്ല. അതിൻ്റെ അടുത്ത വാക്യത്തിൽ അതിൻ്റെ കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല 58 അധ്യായത്തിൻ്റെ തുടർച്ചയായിട്ടാണ് 59 അധ്യായം. 58 അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയെന്നോണം 59 അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തെ നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കം ഇതാണ്: യഹോവയിൽ നിന്ന് അകന്ന ജനം അകൃത്യങ്ങളും പാപങ്ങളും കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്ന ജനത്തിന് പ്രവാചകൻ ഒരു മറുപടി കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ജനത്തിന് എന്തുകൊണ്ട് രക്ഷ കൈവന്നില്ല, എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് നോക്കാം. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. അപ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയത്, അല്ലെങ്കിൽ കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായതിൻ്റെ കാരണം അവർ തന്നെയാണ്. പിന്നീട് തുടർന്ന് ആ അധ്യായം മുഴുവൻ അത് വിശദമായിട്ട് പറയുകയാണ്. ജനത്തിൻ്റെ അകൃത്യങ്ങളും പാപങ്ങളും അവരുടെ ജീവിത രീതിയും ദൈവമായിട്ടുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അകൃത്യങ്ങൾ, പാപങ്ങൾ, അധരങ്ങൾ ഭോഷ്ക് പറയുന്നു, വ്യാജത്തിൽ ആശ്രയിക്കുന്നു, അതിക്രമങ്ങൾ, നിങ്ങളുടെ കൈകളിൽ രക്തം കൊണ്ടും വിരലുകൾ അകൃത്യം കൊണ്ടും മലിനമായിരിക്കുന്നു. ഇങ്ങനെ ദൈവജനത്തിന് ഒരിക്കലും ചേരാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ അവിടെ വിവരിക്കുകയാണ്. അപ്പോഴിങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ജനത്തിന് ദൈവത്തിൻ്റെ മുഖം പ്രതികൂലമായിരിക്കും. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഇവിടെയും അതാണ്. അകൃത്യങ്ങളും പാപങ്ങളും കൊണ്ട്, അല്ലെങ്കിൽ മലിനമാക്കപ്പെട്ട മനസ്സുകൊണ്ട് പാപത്തിൽ ആണ്ടിരിക്കുന്ന ഒരു ജനത ദൈവത്തിൽ നിന്ന് രക്ഷ വേണം, ദൈവത്തിൽ നിന്ന് മറുപടി വേണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ അതാണ് പറയുന്നത്. രക്ഷിപ്പാൻ കഴിയാതെ ആയിരിക്കുന്ന സാഹചര്യം നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ അകൃത്യങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ പാപങ്ങൾ തന്നെയാണ്. ഏതാണ്ട് 30-ലധികം പാപസംബന്ധമായ കാര്യങ്ങൾ ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ മുഖം പ്രതികൂലമായിരിക്കുന്നു?
എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വയപരിശോധന ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യങ്ങൾക്ക് മുമ്പിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്കുണ്ടെങ്കിൽ നാം ഒരു സ്വയപരിശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ കടന്നുകൂടിയിട്ടുണ്ടോ? നാം ബലഹീനരാണ്, പാപം നമ്മളോട് കൂടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. നമ്മുടെ വാക്കിലും നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ ദൈവഹിതമല്ലാത്തത് കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെ കടന്നുകൂടാതെ ജീവിക്കുമ്പോഴാണ് ദൈവം തക്ക സമയത്ത് രക്ഷ അയക്കുകയും ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുകയും ചെയ്യുന്നതൊക്കെ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതും അപ്പോഴാണ്. മലിനമാക്കപ്പെട്ട ഹൃദയം, മലിനമാക്കപ്പെട്ട ജീവിത രീതികൾ, അകൃത്യങ്ങളും പാവങ്ങളും നിറഞ്ഞ ജീവിത രീതികൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവഹിത പ്രകാരമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയട്ടെ. നമ്മുടെ ദൈനംദിന ജീവിതം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാനാകട്ടെ. നിർമ്മലമായൊരു ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. അങ്ങനെ ദൈവത്തിൽ നിന്നും ആ കരുതൽ നേടുവാനും നമ്മുടെ പ്രാർത്ഥനയ്ക്കും യാചനകൾക്കുമൊക്കെ തക്ക സമയത്ത് മറുപടി ലഭിക്കുവാനൊക്കെ കഴിയും. ഒരു നല്ല പ്രഭാതം, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.